0 to 100 in under 10 seconds. അതാണ് ഹ്യുണ്ടായി i20 എൻലൈൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു സെഗ്മെന്റിൽ ഇതിനൊരു കോമ്പറ്റീറ്റർ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു പ്രീമിയം ഹാഷ് ബാക്ക് സെഗ്മെന്റിൽ വൺ ഓഫ് ദി കിങ് എന്ന് പറയാവുന്ന ഒരു മോഡലാണ് ഹ്യുണ്ടായി i20. 2009 മുതൽ പ്രീമിയം ഹാഷ് ബാക്ക് സെഗ്മെന്റിൽ അന്ന് സെയിൽസിൻ്റെ കാര്യത്തിൽ കിങ് ആയിരുന്നു, ഇന്നും സെയിൽസിൻ്റെ കാര്യത്തിൽ കിങ് ആണ്. ഒരു എവർഗ്രീൻ ഹാഷ് ബാക്ക് എന്നൊക്കെ നമ്മൾ പറയത്തില്ല, ഒരു പ്രീമിയം എവർഗ്രീൻ ഹാഷ് ബാക്ക്. ഒരു കാലത്ത് ഔട്ടാകാത്തൊരു ഡിസൈനും കാലത്തിന് വേണ്ട മാറ്റവും കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്ന ഫീച്ചേഴ്സും ആവശ്യത്തിൽ കൂടുതൽ പെർഫോമൻസും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയറും. ഈ കാലത്ത് നമുക്കറിയാം കോമ്പാക്ട് എസ്യുവിസ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഇതേ പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് ധാരാളം കോമ്പാക്ട് എസ്യുവിസ് വാങ്ങിക്കാൻ സാധിക്കും. പക്ഷേ ഒരിക്കലും ഒരു i20 എൻലൈൻ ഓൺ ചെയ്യുന്നൊരു ഫീൽ നമുക്ക് കിട്ടത്തില്ല. കാരണം ഇതിൻ്റെ റൈഡിങ് കംഫർട്ടായാലും ഡ്രൈവിംഗ് കംഫർട്ടായാലും ഈ ഒരു സ്പോർട്ടി ലുക്കായാലും ഈ കാലത്ത് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾക്കൊള്ളിച്ച് ഒരു ഉഗ്രൻ തകർപ്പൻ മോഡലെന്നാണ് ഹ്യുണ്ടായി i20 എൻലൈനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഞാൻ ശരിക്കും ഇമ്പ്രസ് ആയി നിൽക്കുകയാണ്. കാരണം ഇവൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഇത് ഓൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്ലഷർ ഒന്നും മറ്റൊരു കോമ്പാക്ട് എസ്യുവിക്കും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഡ്രൈവ് തന്നെയാണ് മെയിനായിട്ട്. പിന്നെ ഹ്യുണ്ടായി i20യുടെ ഡിസൈൻ ഇഷ്ടപ്പെട്ടും ഇതിൻ്റെ കംഫർട്ടും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഹ്യുണ്ടായി i20യുടെ നോർമൽ വേരിയൻസ് സ്വന്തമാക്കണമെങ്കിലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുമാതിരി കൊള്ളാവുന്നൊരു വേരിയൻറ്റ് നമുക്ക് 9 lakhs തൊട്ട് ഓൺ റോഡ് ഇറക്കാൻ സാധിക്കും. മാഗ്ന, സ്കിയറ അങ്ങനെയുള്ള വേരിയൻസ് ഒക്കെ. അതിലൊരു 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതെടുത്താലും തെറ്റില്ല. കാരണം ഈ ഒരു ലുക്കല്ല നമുക്ക് കിട്ടുന്നത്. കാരണം ഈ ഒരു കംഫർട്ട്, ഈ ഒരു റൈഡിങ് കംഫർട്ട് ഒക്കെ ഒന്ന് വേറെ തന്നെയാണ്. ചെറിയ ചെറിയ എൻലൈനും നോർമൽ i20യുടെ വേരിയൻസുമായിട്ട് ചെറിയ ചെറിയ വ്യത്യാസമുള്ളൂ. പ്രധാനമായിട്ടും ഗ്രില്ലിലുള്ള ചേഞ്ചാണ്. ഈ ഹ്യുണ്ടായുടെ ലോഗോ നോർമൽ i20സിൽ ഇവിടെ ആയിരിക്കും കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഷോട്ട് ഞാൻ ആഡ് ചെയ്യാം. പിന്നെ ഈ ഒരു റെഡ് ഇൻസേർട്ട് ഒന്നും കാണത്തില്ല. അങ്ങനെ ഡിസൈൻ കുറച്ച് ഗിമ്മിക്സ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു നോർമൽ i20 എൻലൈൻ എടുക്കണമെന്നില്ല. ഒരു നോർമൽ i20 സ്വന്തമാക്കിയാൽ നിങ്ങൾക്ക് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലഭിക്കും. പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഉണ്ട്, നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് വേണം, നിങ്ങൾക്കൊരു ഹോട്ട് ഹാച്ച് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 10 സെക്കൻഡിൽ താഴെ 9.9 സെക്കൻഡ് കൊണ്ട് 100 കിലോമീറ്റർ വേഗത എടുക്കാൻ സാധിക്കുന്ന ഈ ഒരു ടെർബോ പെട്രോൾ എഞ്ചിൻ വിത്ത് 7 സ്പീഡ് DCT ഗിയർ ബോക്സ് ഒരു തകർപ്പൻ ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഹ്യുണ്ടായി i20 എൻലൈനിൽ നിന്ന് വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. വളരെ സ്ലീക്കായിട്ടുള്ളൊരു ഡിസൈനാണ്. ഇതിന് ഡിസൈൻ ലാംഗ്വേജിനെ പറ്റി പറയുന്നത് ഒഴുകി ഇറങ്ങിയിരിക്കുന്ന രൂപമാണ്. ഒരു ക്യാരക്ടർ ആവുള്ള എലഗൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഇഷ്ടംപോലെ ക്യാരക്ടർ ലൈൻസും വളരെ സ്ലീക്കായിട്ടുള്ള ഹെഡ് ലാമ്പ് ഉണ്ട്. 2023 ഇതിന് മൈനറായിട്ടുള്ള ഫേസ് ലിഫ്റ്റ് സംഭവിച്ച് അതിൽ ഈ ഹെഡ് ലൈറ്റിലൊക്കെ ഉള്ള പ്രധാന മാറ്റമാണ് ഉള്ളത്. ഗ്രില്ലിലും ചെറിയ ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്, ബമ്പറിലും ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ആ ഒരു ഷാർപ്പ് കട്ടിങ്ങും ക്രീസിങ്ങും ആ ഒരു എഡ്ജിങ്ങും ആ ഒരു ഫ്ലോട്ട് ചെയ്ത് വരുന്ന ബോണറ്റ് ഏരിയയും ഒക്കെ കൂടിയാകുമ്പോൾ വളരെ സ്ലീക്കും എലഗൻറ്റും ആയിട്ടുള്ള ലുക്കാണ് ഫ്രണ്ട് ഡിസൈൻ നോക്കാൻ നേരത്തെ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ i20യുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോ ജനറേഷൻ വരുമ്പോഴും ഫ്ലൂഡിക് i20 ആയിക്കോട്ടെ, എലൈറ്റ് i20 ആയിക്കോട്ടെ, ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒരു രൂപത്തിലുള്ള i20 ആയിക്കോട്ടെ, ടോട്ടലി ഡിഫറൻ്റ് ആണ്. പേര് മാത്രമേ i20 എന്ന് കടമെടുക്കത്തുള്ളൂ. വാഹനം ടോട്ടലി ഡിഫറൻ്റ് ആക്കിയാണ് ഓരോ ജനറേഷൻസും കമ്പനി ഫേസ് ലിഫ്റ്റും അപ്ഗ്രേഡേഷൻ എല്ലാം കൊണ്ടുവരുന്നത്. അതിന് കമ്പനിക്ക് ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട്. ഇനി നമുക്ക് വാഹനം തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ റിയർ സൈഡും സൈഡ് പ്രൊഫൈലും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. സൈഡ് പ്രൊഫൈൽ കാണുമ്പോൾ അറിയാം ഒരു സബ് 4 മീറ്റർ ഹാഷ് ബാക്ക് ആണ്. കാരണം പ്രീമിയം ഹാഷ് ബാക്ക് എന്ന് പറയുമ്പോൾ ഒരു കോമ്പാക്ട് സെഡാൻ്റെതായ ലെങ്ത് അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് എസ്യുവിയുടെ അതേ ഡയമെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരിക്കലും i20 ചെറുതാണെന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ മാനിക്കത്തില്ല. കാരണം ഇത്രയധികം ലെങ്ത്, ഏകദേശം 3995 mm ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ്, ഒരു കോമ്പാക്ട് എസ്യുവിയൊക്കെ തോപ്പിക്കുന്ന രീതിയിലുള്ള വീൽ ബേസ്. ഇത്രയും വീൽ ബേസ് വരുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റീരിയറിൽ നമുക്ക് ലാവിഷ് സ്പേസ് ആയിരിക്കും. വളരെ കംഫർട്ടബിൾ ആയിട്ട് 5 പേർക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു വാഹനം കൂടിയാണ് ഹ്യുണ്ടായി i20. അതാണ് ഹാഷ് ബാക്കിൻ്റെ ഗുണങ്ങളായിട്ട് എനിക്ക് എടുത്തു പറയാമെന്ന് ചോദിച്ചാൽ ഈ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇപ്പോഴും എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഇപ്പോഴും ഇതുപോലുള്ള വാഹനങ്ങളൊക്കെ വളരെ വിരളമാണ്, വിരലെണ്ണാവുന്ന മോഡൽസേ ഉള്ളൂ. അപ്പോൾ i20 എൻലൈൻ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾക്ക് ഇത് എടുക്കാനുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ ഒരു ഓട്ടോ എന്തൂസിയാസ്റ്റ് എന്നല്ല നിങ്ങൾ ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യും. കാരണം കമ്പനി തന്നെ നമുക്ക് മോഡിഫൈ ചെയ്ത വാഹനം തരുന്നത്. കാരണം അത്യാവശ്യം സ്കേർട്ടിങ്ങും കാര്യങ്ങളും പിന്നെ എക്സോസ് നോട്ടും വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഡ്രൈവ് മോഡ്സ്, ട്യൂൺ ചെയ്ത പോലെ നല്ല പെർഫോമൻസ് ഓറിയൻ്റ് ആയിട്ടുള്ള ഒരു ഉഗ്രൻ എഞ്ചിൻ. പിന്നെ നിങ്ങൾ എടുത്തിട്ട് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല ഒരു ഓട്ടോ എന്തൂസിയാസ്റ്റ് എന്നുള്ള നിലയിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ പറയാനുള്ള. എൻലൈൻ എന്നുള്ള ബാഡ്ജിങ് ഫ്രണ്ടിൻ്റെ പോസ്റ്ററായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് BMW എം സ്പോർട്ട് പോലെയും മെഴ്സിഡീസിന് AMG പോലെയും ഹ്യുണ്ടായുടെ പെർഫോമൻസ് ഡിവിഷനിൽ പറയുന്ന പേരാണ് എൻലൈൻ എന്നുള്ളത്. അപ്പോൾ അതും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീൽസ്, ഈ എൻലൈൻ്റെ വീൽസിന് അലോയിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. നിങ്ങളൊന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. ടയർ പ്രൊഫൈൽ വരുന്നത് 195, 55, 16 ഇഞ്ച് ടയർ പ്രൊഫൈലാണ് കൊടുത്തിട്ടുള്ളത്. അതും ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് റിയർ സൈഡിൽ പോയിട്ട് അവിടെ എങ്ങനെ നോക്കാം. നോക്കുമ്പോഴും എൻലൈൻ്റെതായ ഭംഗിയുണ്ട്. കാരണം ആ ഒരു ബമ്പറിൽ ഈ ഒരു സ്കേർട്ടിങ് ആ ഡിഫ്യൂസറും ഒക്കെ വരുമ്പോൾ തന്നെ വേറൊരു ലുക്കാണ്. ഒരു സ്പോർട്സ് എഡിഷൻ കാണുന്ന ഒരു ഫീൽ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും. ഡ്യുവൽ എക്സോസ്റ്റ് പൈപ്പ്, അത് ശരിക്കും ഒറിജിനലാണ്, ഫേക്കും കാര്യങ്ങളൊന്നും അല്ല. എൻലൈൻ എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം. i20 എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. വേറെ വേരിയൻ്റ് തിരിക്കുന്ന ബാഡ്ജിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. എൻലൈന് പ്രധാനമായിട്ടും 2 വേരിയൻസ് ആണ് വരുന്നത്, N6 N8. ഇപ്പം നമ്മൾ ഈ കാണുന്നത് N8ൻ്റെ തന്നെ ഫുൾ ഓപ്ഷനാണ്
7 സ്പീഡ് DSG ഗിയർ ബോക്സ്, DCT ഗിയർ ബോക്സ് വിത്ത് 1 ലിറ്റർ ടർബോ ചാർജ് എഞ്ചിൻ. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ്, കാരണം ഞാൻ പറഞ്ഞ പോലെ സബ് 4 മീറ്റർ മോഡലായതുകൊണ്ട് തന്നെ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ലഭിക്കും. ഇവിടെ ബോസിൻ്റെ ഒരു സബ് വൂഫറും കമ്പനി പ്ലേസ് ചെയ്തിട്ടുണ്ട്, അതും കൊള്ളാം. പാർസൽ ട്രേ കാര്യങ്ങളെല്ലാം കാണാം. റിയർ ഡീഫോഗർ, ബാക്ക് വൈപ്പർ, ഷാർഫിൻ ആൻഡ് ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ കുറച്ചുകൂടി സ്പോർട്ടി ആക്കരുത്, കാരണം ഈ ഒരു എൻലൈൻ എന്ന് പറയുമ്പോൾ തന്നെ കുറച്ചുകൂടി ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്പോയിലർ ആയിരുന്നാൽ കുറച്ചുകൂടി ഭംഗിയായതിനെ കാണാനായിട്ട്. ഇനി നമുക്ക് ഇന്റീരിയർ കയറിയിട്ടാണ് ശരിക്കും നിങ്ങൾ ഞെട്ടാൻ പോകുന്നത്, കാരണം ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഞാൻ ആ ഒരു എക്സൈറ്റ്മെന്റ് കളയുന്നില്ല, കയറി അകത്തിരുന്നിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ പറയാം. ഹ്യുണ്ടായി i20 എൻലൈൻ്റെ ഇന്റീരിയർ ആണ് നിങ്ങൾ കാണുന്നത്. നോർമൽ i20 വേരിയൻസുമായിട്ട് എൻലൈൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഒരു വിഷമം തോന്നാൻ പോകുന്നത് ഇതിൻ്റെ ഇന്റീരിയർ കാണുമ്പോഴാണ്. കാരണം ഫുള്ളി ബ്ലാക്ക്, അതിൻ്റെ ഇടക്ക് ചെറിയ ചെറിയ റെഡ് എലമെന്റ്സ്, വളരെ സ്പോർട്ടി ആയിട്ടുണ്ട്. ഇത്രയും ബ്ലാക്ക് ഇന്റീരിയർ ആകുമ്പോൾ തന്നെ നമുക്ക് റഫ് യൂസും ചെയ്യാം, നല്ല സ്പോർട്ടി ഫീലും കിട്ടും. റൂഫ് അടക്കം ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ ഒരു ഭംഗി, ആ ഒരു എലഗൻസ് ഒക്കെ ഒന്ന് വേറെ തന്നെയാണ്. ഒരു 10.5 ഇഞ്ച് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം, റിവേഴ്സ് ക്യാമറ മാത്രമേ ഉള്ളൂ, 360 ക്യാമറ ഒന്നും ഇല്ല. എങ്കിലും ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാ ഫംഗ്ഷൻസും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ബോസിൻ്റെ അതിഗംഭീരമായിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ലഭിക്കുന്ന രീതിയിലുള്ള മ്യൂസിക് സിസ്റ്റം, അതും എടുത്ത് പറയേണ്ടതാണ്. AC വെൻ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് ആ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, പക്ഷേ ഇത് ഫേക്കാണ്. ഇവിടെ നിന്നാണ് AC ഫ്ലോയും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ വാഹനത്തിനോട് എന്തുകൊണ്ടും മാച്ചായി നിൽക്കുന്ന ഒരു മീറ്റർ കൺസോൾ, ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള 220 വരെ സ്പീഡ് കാണിക്കുന്നുണ്ട്. 200 ഒക്കെ പലരും അച്ചീവ് ചെയ്തിട്ട് നമ്മൾ റീൽസിലും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. ഇവിടെ ഡ്രൈവ് മോഡ്സ്, വ്യൂ ബട്ടൺ, ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള സ്വിച്ചൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡോർ ഹാൻഡിലും നല്ല പ്രീമിയം ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മിറേഴ്സൊക്കെ നമുക്ക് ഫോൾഡ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻസ് ഒക്കെ ഈ ഒരു പോർഷനിലായിട്ട് കാണാം. ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ വയർലെസ് ചാർജിങ്, അതും എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ്. 12 വോൾട്ടിൻ്റെ സോക്കറ്റ് കാണാം, USB പോർട്സും Type-C പോർട്സൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഗിയർ നോബും വളരെ സ്പോർട്ടി ആയിട്ട് ആ ഒരു എൻ ബാഡ്ജിങ്ങോട് കൂടിയുള്ള ഗിയർ നോബും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് സ്റ്റിയറിംഗ് വീലിലോട്ട് വരാൻ നേരത്ത് അപ്ലിഫ്റ്റ് ചെയ്തിരിക്കുന്ന പാഡിൽ ഷിഫ്റ്റേഴ്സ്, അത് നമുക്ക് ഓടിക്കാൻ നേരത്ത് ഹരം കൊണ്ട് ഓടിക്കാം, കാരണം നമ്മുടെ കയ്യിൽ നിൽക്കും സാധനം. എൻ ബാഡ്ജിങ്, പിന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീല് നോർമൽ i20 ആയിട്ട് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്, കാരണം ഇതിൻ്റെ ഒരു റെസ്പോൺസ് ആണെങ്കിലും ഇതിൻ്റെ ആ ഒരു ഡിസൈൻ ആണെങ്കിലും ടോട്ടലി ഡിഫറെൻ്റ് ആണെന്നാണ് പറയേണ്ടത്. സീറ്റിനൊക്കെ വരുമ്പോഴും ഫുൾ ലെതർ സീറ്റാണ് വരുന്നത്, അവിടെയും ഒരു റെഡ് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്ത് ഗംഭീരമാക്കി എടുത്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. സിംഗിൾ പ്ലെയിൻ ആണെങ്കിലും ഒരു സൺറൂഫ്, 1 ടച്ച് ഓപ്പണും 1 ടച്ച് ക്ലോസും ആണ്. ഓട്ടോ ഡിമ്മിങ് മിറർ കൊടുത്തിട്ടുണ്ട്, അതും ഭംഗിയായിട്ടുണ്ട്. ഇവിടെ നമുക്ക് സൺഗ്ലാസ് ഹോൾഡറും കാണും. അങ്ങനെ ഒരു കാര്യങ്ങളും വിട്ടുപോകാതെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് i20 എൻലൈൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഹാൻഡ് റെസ്റ്റ്, അതിനുള്ളിൽ സ്റ്റോറേജ് സ്പേസും കാണും. അപ്പോൾ ഇനി നമുക്ക് റിയർ സൈഡിൽ പോയിട്ട് അവിടെ കൊണ്ടു നോക്കാം. ഹ്യുണ്ടായി i20 റിയർ സീറ്റിലോട്ടാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. നോർമൽ i20 എടുക്കുമ്പോഴും കിട്ടുന്ന ഈ ഒരു അഡ്വാൻറ്റേജ്, ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇന്റീരിയർ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. നല്ല ലെഗ് സ്പേസ്, നല്ല ഹെഡ് സ്പേസ്, തീരെ താന്ന സെൻറ്റർ ടേണുള്ളത് കൊണ്ട് തന്നെ 3 പേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. തീരെ താന്ന വിൻഡോ ലൈൻ, അതുകൊണ്ട് തന്നെ നല്ല വിസിബിലിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ മതി ഈ വാഹനം ഒരു i20 നിങ്ങൾക്ക് സ്വന്തമാക്കാൻ. ഈ ഇത്രയും കാര്യങ്ങളൊക്കെ മതി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ഇമ്പ്രസീവ് ആകും ശരിക്കും, നമുക്ക് ആ റൈഡിങ് കംഫർട്ടും അതൊക്കെ ഒന്ന് ഡ്രൈവർക്കായാലും പാസഞ്ചർക്കായാലും ഒരേപോലെ ഹരം കൊള്ളാൻ പറ്റിയൊരു മോഡൽ തന്നെയാണ് ഹ്യുണ്ടായി i20 എന്ന് പറയേണ്ടി വരും. തൈ സപ്പോർട്ട് നല്ല ഡീസൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. റിയർ AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് USB ചാർജിങ് പോർട്സ്, ഇവിടെ നമുക്ക് മാപ്പ് ലാമ്പും കാര്യങ്ങളൊക്കെ കാണാം. ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. സീറ്റ് ബെൽറ്റും നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. 6 എയർ ബാഗും സേഫ്റ്റി കാര്യത്തിൽ വരുമ്പോൾ അതിലും ഒരു കോംപ്രമൈസും കമ്പനി കൊടുത്തിട്ടില്ല. 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളും, മൂന്നാമതൊരു ഹെഡ് റെസ്റ്റ് കൂടി ആകാമായിരുന്നു. പിന്നെ ഹാൻഡ് റെസ്റ്റും കൊടുത്തിട്ടില്ല. ആ 2 പോരായ്മയാണ് റിയർ സൈഡിൽ തോന്നിയത്. ഇനി ഇവൻ്റെ മെയിൻ സംഭവമായിട്ടുള്ള ഡ്രൈവിലോട്ട് കിടക്കാം. അപ്പോൾ ഹ്യുണ്ടായി i20 എൻലൈൻ്റെ ഡ്രൈവിലോട്ടാണ് കിടക്കുന്നത്. ഡ്രൈവ് അല്ല, കുറച്ചധികം നേരമായിട്ട് നമ്മൾ ഈ വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സ്പോർട്ടി ആയിട്ടുള്ള പല അഭ്യാസ പ്രകടനങ്ങളും നമ്മൾ കൊച്ചിയിലൂടെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും വിഷ്വലി കാണിച്ച് എനിക്ക് അകത്ത് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ മര്യാദ കുടിച്ച് കാണിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അണ്ടർ 10 സെക്കൻഡ് 9.9 സെക്കൻഡ് കൊണ്ട് 100 കിലോമീറ്റർ സ്പീഡ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഉഗ്രൻ 1 ലിറ്റർ ടർബോ ചാർജ് എഞ്ചിനും ഒരു 7 സ്പീഡ് DCT ഗിയർ ബോക്സ് വിത്ത് പാഡിൽ ഷിഫ്റ്റ്, ഇത്രയും കാര്യങ്ങൾ മതി ഇത്രയും സ്പോർട്ടി ആയിട്ടുള്ളൊരു വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട്. അത് മാത്രമല്ല, നോർമൽ i20 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് ഒരു രക്ഷയില്ല, എല്ലതിൻ്റെതായ രീതിയിൽ ട്യൂൺ ചെയ്തിട്ടുണ്ട്. പിന്നെ സസ്പെൻഷനും കുറച്ച് സ്റ്റിഫർ സൈഡാണ്. പിന്നെ ഈ ഒരു കോമ്പാക്റ്റബിലിറ്റി, ഈ ഒരു സീറ്റിംഗ് പൊസിഷൻ ഒക്കെ കൂടിയാകുമ്പോൾ നമുക്ക് 6 ആയി അടിച്ച് കൊണ്ടുപോകാനും ചെത്തി എടുത്ത് കൊണ്ടുപോകാനൊക്കെ വളരെ ഹരം കൊണ്ട് ഓടിക്കാൻ പറ്റിയ ഒരു കിഡിലെ ഹോട്ട് ഹാച്ച് എന്ന് തന്നെ ഹ്യുണ്ടായി i20 എൻലൈനെ വിശേഷിപ്പിക്കേണ്ടി വരും. ഒരു രക്ഷയില്ല, ഡ്രൈവ് മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നോർമൽ ഓടിച്ചിട്ട് തന്നെ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. സ്പോർട്സിലൊക്കെ ഇട്ട് കാല് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എക്സോസ് നോട്ടും ഒക്കെ കേട്ട് ഹരം കൊണ്ട് നമുക്ക് രസിച്ച് ഓടിക്കാൻ പറ്റിയൊരു മോഡലാണ്. ഇവിടെ ഗ്യാപ്പില്ല ഇതൊന്നും കാണിക്കാനുള്ള, എങ്കിലും ജസ്റ്റ് നമ്മുടെ ഒരു ശ്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രമം കൈവിടരുത്. ഈ ഒരു തരത്തിലുള്ള പോക്കാണ് വാഹനം ഓഫർ ചെയ്യുന്നത്. ഒരു രക്ഷയില്ല. ഹാൻഡ്ലിങ്ങും സ്റ്റെബിലിറ്റിയും ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ റോഡ് ഗ്രിപ്പൊക്കെ തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്.
പാഡിൽ ഷിഫ്റ്റൊക്കെ അത്യാവശ്യം നല്ല റെസ്പോൺസീവായിട്ട് തന്നെ കമ്പനി ബിൽഡ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പം എന്തായാലും ഇത്രയൊക്കെ ഉള്ളു ഹ്യുണ്ടായി i20 N-Lineന്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ. നിങ്ങളൊരു ഓട്ടോ എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ഉഗ്ര മോഡൽ തന്നെയാണ് ഹ്യുണ്ടായി i20 N-Line എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ ഡ്രൈവ് കൂടുതൽ വലിച്ചു കിട്ടാത്തത് നമ്മുടെ ഫോൺ ഇപ്പോൾ ഓഫ് ആവും, അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഹ്യുണ്ടായി വെന്യൂ N-Lineന്റെ വീഡിയോ ഇട്ടപ്പം ഒരു കമൻറ്റ് വന്നായിരുന്നു ഹ്യുണ്ടായി i20 N-Lineന്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് വളരെ അപ്രതീക്ഷിതമായിട്ട് എറണാകുളത്ത് വന്നപ്പോൾ അൽക്കസാറിൻ്റെ ഷൂട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷെ നമുക്ക് കിട്ടിയത് i20 N-Line ആണ്. അപ്പോൾ പിന്നെ കിട്ടിയത് കളയണ്ടില്ല എന്ന് വെച്ച് i20 N-Lineന്റെ ഒരു അടുത്തൊരു യൂസർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു കുറച്ച് സമയം എൻ്റെ കൂടെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമുക്ക് വാഹനം തന്നത് പോപ്പുലർ ഹ്യുണ്ടായി ആണ്, വൈറ്റ്ലയിലുള്ള. അപ്പോൾ ഹ്യുണ്ടായി വാഹനങ്ങളായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഗ്രാൻഡ് ഐ10 നിയോസ് തൊട്ടിങ്ങോട്ട് അയോണിക് 5 വരെയുള്ള ഏത് മോഡൽ വാങ്ങണമെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പോപ്പുലർ ഹ്യുണ്ടായി അത്യാവശ്യം നല്ല ഓഫേഴ്സ് നമുക്ക് തരുന്ന നല്ല പേര് കേട്ടൊരു ഡീലറാണ്. കാരണം അവർക്ക് നിരവധി സെയിൽസ് സെൻറ്റേഴ്സും സർവീസ് സെൻറ്റേഴ്സും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവിടെ നിന്ന് വാഹനം പർച്ചേസ് ചെയ്യാം. നിങ്ങൾ കസ്റ്റമേഴ്സിനെ ചതിക്കുന്ന പരിപാടി പോപ്പുലർ ഹ്യുണ്ടായിക്കില്ല. അപ്പോൾ ഹ്യുണ്ടായി N-Line വേരിയൻസ് ആയാലും ഞാൻ പറഞ്ഞ പോലെ നിയോസ് തൊട്ട് അയോണിക് 5 വരെയുള്ള ഏത് വേരിയൻസ് നിങ്ങൾക്ക് പോപ്പുലർ ഹ്യുണ്ടായി ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പ്രത്യേകിച്ച് ഈ ഡിസംബറിലൊക്കെ അവിടെ വലിയ ഓഫറൊക്കെ നടക്കുന്നുണ്ട്. ഷോറൂം മാനേജർ നമ്മളെ കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പം അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.